ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പ്രേമം സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അധ്യായം 596. നഗരത്തിലെ തിരക്കേറിയിട്ടുള്ള കോഫി ഷോപ്പിൻ്റെ മുന്നിൽ ലാവണ്യ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകളിൽ വാതിലിൻ്റെ നേരെ പോകുന്നത് കൊണ്ട് അവൾ ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കുകയാണല്ലോ, ഒരാളുടെ വരവും പ്രതീക്ഷിച്ചിട്ട്. പക്ഷേ സമയം എത്രയായിട്ടും ആ ഒരാളുടെ വരവ് കാണുന്നേയില്ല. പെട്ടെന്നാണ് ഒരു യുവതി തുടക്കത്തിൽ കോഫി ഷോപ്പിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് കയറി വരുന്നത്. അവളെ കണ്ടതും ലാവണ്യയുടെ കണ്ണുകൾ തിളങ്ങി. അവളെ ഒരു ആകാംക്ഷയോട് കൂടെ തന്നെ ആ ഒരു യുവതി എല്ലായിടത്തേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലാവണ്യയെ കണ്ടപ്പോൾ ആ ഒരു യുവതി ലാവണ്യയുടെ അടുത്തേക്ക് വന്നു. അത് മറ്റാരുമായില്ല, സ്റ്റാർഡം മീഡിയയിലെ പുതിയ ജീവനക്കാരിയായിട്ടുള്ള ഫിയോണ ആയിരുന്നു. അതവളെ കണ്ടപ്പോൾ ലാവണ്യക്ക് സന്തോഷം മടക്കാനായില്ല. കാരണം സ്റ്റാർഡം മീഡിയയിൽ അവൾക്ക് ലഭിക്കാവുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് ഈ ഒരു ഫിയോണ മാത്രമാണ്. ബാക്കിയുള്ള സ്റ്റാഫിനെയൊക്കെ ലാവണ്യയെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. പക്ഷേ ബാക്കിയുള്ളവരൊന്നും തന്നെ ഇവളുടെ ഈ ഒരു ബുദ്ധിക്ക് വീഴ്ത്താൻ കഴിയില്ല. ലാവണ്യക്ക് ആ കാര്യം നന്നായിട്ടറിയാം. ഫിയോണ ആണെങ്കിൽ കമ്പനിയിലെ പുതിയൊരു സ്റ്റാഫാണല്ലോ, അതുകൊണ്ട് തന്നെ ലാവണ്യയെക്കുറിച്ച് ഒരുപാടൊന്നും അറിയാനും അവൾക്ക് സാധിച്ചിട്ടില്ല. തൻ്റെ ലക്ഷ്യങ്ങളൊക്കെ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർഡം മീഡിയയിൽ എത്തിച്ചേരണമല്ലോ. അതുപോലെ തന്നെ സ്റ്റാർഡം മീഡിയയിൽ നിന്നും ഒരാൾ തൻ്റെ കൂടെ വേണം താനും. ഫിയോണ തിടുക്കത്തോടെയാണ് ലാവണ്യയുടെ മുന്നിലേക്ക് ഒരു കസേരയിൽ വന്നിരുന്നത്. മാഡം, സോറി മാഡം, ഞാൻ നിങ്ങളെ ഒരുപാട് കാത്തിരിപ്പിച്ചു എന്നറിയാം. പക്ഷേ ഓഫീസിൽ നിന്നും ഇറങ്ങാൻ ഇത്തിരി വൈകിപ്പോയി, അതാ ഞാൻ ഇവിടെ എത്താൻ വൈകിപ്പോയത്. ഫിയോണ ലാവണ്യയോട് ഒരു ക്ഷമാപണം നടത്തുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അതൊന്നും കുഴപ്പമില്ല, നീ ഏതായാലും വന്നല്ലോ, നീ ഇരിക്ക്, അത് മതി. ലാവണ്യ അവളുടെ ആ ഒരു അക്ഷമ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഫിയോണയോട് സംസാരിക്കുകയാണ്. ഫിയോണ ആണെങ്കിലോ ലാവണ്യയുടെ സംസാരം കേട്ട് ചെറുതായി ഒന്ന് തലയാട്ടി. അങ്ങനെ പിന്നീട് ഫിയോണയും ലാവണ്യയും തമ്മിലുള്ള ആ ഒരു സംഭാഷണം നടക്കുകയാണ്. ആരുടെയും കരിയറിന് സഹായിക്കാൻ കഴിവുള്ള ആ ഒരു പേര് കേട്ടുള്ള പ്രശസ്തനായ ഒരു മാനേജറാണ് താനെന്ന് ലാവണ്യ ഫിയോണയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരുന്നു. മാഡം, നിങ്ങൾക്ക് എന്നെ കാണാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ച സമയത്ത് സത്യത്തിൽ എനിക്കുമൊന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മാഡത്തെ പോലെ ഇത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു വ്യക്തിയെ കാണാൻ കഴിഞ്ഞത് എനിക്കൊരു ഭാഗ്യം തന്നെയല്ലേ, ഫിയോണ ലാവണ്യയോട് പറഞ്ഞു. ലാവണ്യ പക്ഷേ മറ്റു പല പദ്ധതികളും മനസ്സിൽ വെച്ചിട്ടാണ് ഫിയോണയെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് വരുത്തിയത് തന്നെ. ഫിയോണ, ഞാൻ കുറച്ച് നാളായിട്ട് സ്റ്റാർഡം മീഡിയയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടെ വളർന്നു വരുന്ന ഒരു താരമാണല്ലേ. തൻ്റെ മുന്നിലിരുന്ന ആ ഒരു കോഫി കുടിച്ചുകൊണ്ടാണ് സംഭാഷണം ലാവണ്യ തുടക്കമിട്ടത്. അവളുടെ ആ ഒരു പ്രശംസ കേട്ടപ്പോൾ ഫിയോണക്ക് വളരെയധികം സന്തോഷം തോന്നി. അതേ മാഡം, പക്ഷേ ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ, എനിക്കിനി ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഫിയോണ വളരെ ആവേശത്തോടു കൂടിയാണ് ലാവണ്യയോട് മറുപടി പറഞ്ഞത്. അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത് ഫിയോണ. നിന്നെ പോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ വിശ്വസിക്കുന്നതാണ് നിനക്ക് നല്ലത്. നിനക്ക് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ തരാൻ ആളുണ്ടെങ്കിൽ പിന്നെ നീ നല്ല ഉയരങ്ങളിലേക്ക്, വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തും. ലാവണ്യയുടെ കൗശലത്തോടെയുള്ള വാക്കുകൾ കേട്ട് ഫിയോണ ഞെട്ടിപ്പോവാണ്. മാഡം, നിങ്ങളൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷേ ഞാനൊരു അസിസ്റ്റൻ്റ് മാത്രമാണ്. എനിക്കിനിയും ഒരുപാട് പഠിക്കാനൊക്കെയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ CEO നീലിമ ഞങ്ങളെ നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ആ കമ്പനിയുടെ കൂടെ നീലിമ മാഡം നിൽക്കുന്നുണ്ട്. അവരുടെ ജോലി അവർ കൃത്യമായി ചെയ്യുന്നുണ്ട്. മാറ്റി നിർത്തപ്പെട്ട പല ആർട്ടിസ്റ്റുകളും നീലിമ മാഡം കാരണം, അവരുടെ കഴിവുകൾ കാരണം അവർ ഉയർന്നു വരികയാണ്. അതുപോലെ തന്നെ ഒരു ദിവസം ഞാനും ഇതുപോലെ ആകുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ ഫിയോണ അവളുടെ ബോസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ലാവണ്യക്ക് കുറച്ച് ദേഷ്യം തോന്നുകയാണ്. കാരണം ഓൾറെഡി നീലിമയെ ലാവണ്യക്ക് നല്ല ദേഷ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഫിയോണ പറയുന്ന കാര്യങ്ങളൊന്നും വല്ലാതെ ലാവണ്യക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അവളെക്കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പൊക്കി പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ ലാവണ്യ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. നീ നിന്റെ നീലിമയെക്കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ലാവണ്യ ചോദിച്ചു. ആ ചോദ്യം കേട്ട് ഫിയോണ ലാവണ്യ ഒന്ന് തറപ്പിച്ചു നോക്കുകയാണ്. ശേഷം ഒരു പുഞ്ചിരിയോടുകൂടെ തന്നെ നീലിമയെക്കുറിച്ച് അവളുടെ അഭിപ്രായങ്ങൾ ലാവണ്യയോട് പറഞ്ഞു. നീലിമ മാഡം അവരുടെ ജോലികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നും, സ്റ്റാർഡം മീഡിയയിൽ ഈ ഇടയായിട്ട് നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നീലിമ മാഡം കാരണം വേഗം തന്നെ സോൾവ് ചെയ്തു. കമ്പനി പഴയതുപോലെ തന്നെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നൊക്കെ അവൾ പറഞ്ഞു. നിനക്ക് അങ്ങനെയൊക്കെ തോന്നാം, പക്ഷേ നിനക്കറിയാത്ത വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ എല്ലാ കമ്പനിക്കും ഓരോ പുതിയ കാഴ്ചപ്പാടും മറ്റും ഒക്കെ ഇവിടെ ആവശ്യമാണല്ലോ. സ്റ്റാർഡം മീഡിയയിലും മാറ്റങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ടാവും. എനിക്കും നിനക്കും ഇടയിലും ഒരു മാറ്റം അനിവാര്യമാണ്. എന്തായാലും നിങ്ങളുടെ കമ്പനിയിൽ ഒരു മാറ്റം ഉടനെ വന്നേക്കാം. ലാവണ്യ ഓരോ വാക്കുകളും ഫിയോണയോട് സൂക്ഷിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് തന്നെ. പക്ഷേ നിങ്ങൾ പറയുന്നതും എനിക്ക് മനസ്സിലാവുന്നില്ല മാഡം എന്ന് ഫിയോണ ചോദിച്ചു. നീലിമ സ്റ്റാർഡം മീഡിയ CEO സ്ഥാനം പെട്ടെന്ന് തന്നെ ഒഴിവാക്കുന്നതാണ്.
ലാവണ്യ പറഞ്ഞു. അതുപോലെ തന്നെ നല്ല മിടുക്കുള്ള ഒരാളെ സ്റ്റാർഡം മീഡിയക്ക് ആവശ്യമായിട്ടൊന്ന് വന്നേക്കാം. എന്നെ പോലെ ഒരാളാണ് സ്റ്റാർഡം മീഡിയയിലെ CEO സ്ഥാനത്തേക്ക് വരേണ്ടത്. ലാവണ്യ കസേരയ്ക്ക് പിന്നിലേക്ക് ആഞ്ഞിരുന്നു കൊണ്ടാണ് പറയുന്നത് തന്നെ. ആ വാക്ക് കേട്ട് ഫിയോണയുടെ പുരികങ്ങളൊക്കെ ഒന്ന് ചുളഞ്ഞു. സ്റ്റാർഡം മീഡിയയിൽ നീലിമക്ക് പകരം നിങ്ങളാണോ വരുന്നത്? ഒന്നുകൂടി ലാവണ്യയോട് ഫിയോണ ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ട് ലാവണ്യ ഒന്ന് പുഞ്ചിരിച്ചു. ഫിയോണ, ഞാനും നീയും നല്ലൊരു ബന്ധം പുലർത്തുന്നത് നിനക്ക് നന്നാവും. ഉയർന്ന നിലയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന പദവിയിലുള്ള ഒരാളുമായിട്ട് നല്ലതുപോലെ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കീഴേ ജോലി ചെയ്യുന്നവരുടെ ഒരു മേന്മ തന്നെയാണ് എന്നൊക്കെ ലാവണ്യ പറഞ്ഞു. മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലാവണ്യയുടെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാവാതെ തന്നെ ഫിയോണ അവളെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കൊരു സഹായം ആവശ്യമാണ് ഫിയോണ, കൗശലത്തോടെ ലാവണ്യ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഫിയോണ ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് സഹായമാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കാണ്. ലാവണ്യ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. നീലിമക്ക് കമ്പനിയെ വളർത്താനും ആശയങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഒരുപാട് സമയം വേണ്ടിവരും. പക്ഷേ അവളുടെ പെർഫോമൻസ് ആവറേജിന് താഴെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റാർഡം മീഡിയക്ക് ഇനി ആവശ്യമായത് പുതിയ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയുള്ള ഒരു ആൾക്കാരെയാണ്. പുതിയ ആർട്ടിസ്റ്റുകൾ അതിൻ്റേതായിട്ടുള്ള രീതികൾ വളർത്തേണ്ടതുമുണ്ട്. അതൊക്കെ കമ്പനി CEOയുടെ ജോലിയാണല്ലോ. എങ്കിലും ഇനി അവൾക്ക് അതിനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. ഇനി എന്നെപ്പോലെ ഒരാളാണ് നിങ്ങൾക്ക് CEO ആയിട്ട് വരേണ്ടത്. ഞാൻ തലപ്പത്ത് വന്നാൽ ഫിയോണ ഉറപ്പായിട്ടും ഉയർന്ന നിലയിലെത്തും. ഈ സമയത്തിന് ലാവണ്യ പറയുന്നതൊക്കെ ഫിയോണ കേട്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും മനസ്സിലാവാതെയാണ് ഫിയോണ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഫിയോണ നീലിമയേക്കാൾ എന്തുകൊണ്ടും താൻ മികച്ച ഒരു CEO ആയിരിക്കും. അത് ഞാൻ നിനക്ക് ഉറപ്പ് തരികയാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ ലാവണ്യ ഫിയോണയോട് പറയുന്നുണ്ട്. ഈ ചിന്തകളെല്ലാം ഫിയോണയുടെ മൈൻഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ലാവണ്യയുടെ ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഒരു ഓഫറുകൾ ഒന്നും ഫിയോണക്ക് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ഫിയോണ ഇനി മുതൽ എന്നോടൊപ്പം നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. നമുക്കൊരു പുതിയ യുഗത്തിലുള്ള സമയമാണ്. എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ കമ്പനിയുടെ CEO ആയി വന്നു കഴിഞ്ഞാൽ നീ സ്വപ്നം കാണാത്തത് അത്ര ഉയരത്തിൽ നിനക്ക് എത്താൻ സാധിക്കും. തേൻ പുരട്ടിയ വാക്കുകളോടെയാണ് ലാവണ്യ ഫിയോണയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഫിയോണ തീരുമാനമൊന്നും തന്നെ എടുക്കാനാവാതെ ലാവണ്യ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവളുടെ ഇരിപ്പും ഭാവമൊക്കെ കണ്ടപ്പോൾ തൻ്റെ ഉദ്ദേശം ഏകദേശം നടന്നു എന്ന മട്ടിലാണ് ലാവണ്യ ചിരിക്കുന്നത്. ഇതേ സമയം സിദ്ധാർത്ഥ തനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് നൽകിയ ആ ഒരു വലിയ ഫാമിലി ഫോട്ടോക്ക് മുന്നിൽ നിൽക്കുകയാണ് നീലിമ. ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കെ അവളുടെ മിഴികൾ നിറഞ്ഞു. തൻ്റെ കുടുംബത്തോടൊപ്പം താൻ എത്രയധികം സന്തോഷവതിയാണ് എന്ന് അവൾ ആലോചിച്ചു. പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു തൻ്റെ ജീവിതം. അതിൽ നിന്നൊക്കെ കരകയറി ഇന്നൊരു നിമിഷം ഇവിടെ വരെ എത്തി നിൽക്കുന്നുണ്ടല്ലോ എന്ന് നീലിമ ആ ഒരു ഫോട്ടോ നോക്കി ചിന്തിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ആരവിൻ്റെ കരച്ചിൽ നീലിമ കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ നീലിമ കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെന്നു. തൊട്ടിൽ കിടന്ന് കരയുന്ന ആരവിനെ കയ്യിലെടുത്ത് മാറോട് അണച്ച് കൊഞ്ചിക്കുമ്പോൾ അവളുടെ ഹൃദയം അവനോടുള്ള സ്നേഹത്തിൽ നിറഞ്ഞു തുളുമ്പി. അമ്മയുടെ മാറിലെ ചൂടേറ്റപ്പോൾ ആരവ് കരച്ചിൽ നിർത്തി. നീലിമ അവനെ തോളത്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറച്ചു കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ആരവിൻ്റെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫ് വരുമെന്ന് നീലിമ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരവിന് ആഹാരമൊക്കെ കൊടുത്ത് വയറ് നിറപ്പിച്ചതിന് ശേഷം അവനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് തൊട്ടിൽ കിടത്തിരിക്കുകയായിരുന്നു. ഫോട്ടോഷൂട്ടിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എടുത്ത് ആരവിനെ ധരിപ്പിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആരവിനെ നോക്കിയപ്പോൾ അവനൊരു രാജകുമാരനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഫോട്ടോഷൂട്ടിനായി ആരവിനെ ഒരുക്കി കഴിഞ്ഞപ്പോഴാണ് അശ്വിൻ സ്കൂളൊക്കെ കഴിഞ്ഞ് ബാഗുമായി റൂമിലേക്ക് കടന്നു വരുന്നത്. അശ്വിൻ പെട്ടെന്ന് തന്നെ നീലിമയുടെ അടുത്തേക്ക് ഓടി വന്നു. അമ്മ എന്താ പതിവില്ലാതെ പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്? ആരവിനേക്ക് പുതിയ ഉടുപ്പിട്ട് ഒരുക്കിയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും വിശേഷമുണ്ടോ? അതോ ഇന്ന് ആരവിൻ്റെ ഫോട്ടോഷൂട്ടാണ് അച്ചു. കുറച്ച് കഴിഞ്ഞ് ഫോട്ടോഗ്രാഫർ എത്തും. എന്നോട് നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു. വാത്സല്യത്തോടു കൂടിയാണ് നീലിമ അശ്വിനോട് പറഞ്ഞത്. ഹായ്, അത് നല്ല രസമായിരിക്കുമല്ലോ. അശ്വിൻ്റെ കണ്ണുകൾ വിടർന്നു. അച്ചു പോയിട്ട് ഈ ബാഗും യൂണിഫോമൊക്കെ മാറ്റിയിട്ട് വാ, നീലിമ പറഞ്ഞു. എനിക്ക് അമ്മയോട് ഇന്ന് സ്കൂളിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ പറയാനുണ്ട്. പെട്ടെന്ന് ഓർത്തെടുത്തതുപോലെ തന്നെ അശ്വിൻ നീലിമയെ നോക്കി പറഞ്ഞു. അവൻ്റെ സംസാരം കേട്ട് ആകാംക്ഷയോട് കൂടെ തന്നെ നീലിമ നോക്കി. ആ സംഭവം പറഞ്ഞ അമ്മ ഒരിക്കലും വിശ്വസിക്കില്ല. ഇന്ന് സ്കൂളിൽ വെച്ച് ജ്യോതിഷ്, അവൻ ആവേശത്തോടു കൂടെ പറയാൻ തുടങ്ങുമ്പോഴാണ് ഡോറിൻ്റെ ബെൽ അവിടെ മുഴങ്ങിയത്. അതുകൊണ്ട് തന്നെ അവൻ്റെ വാക്കുകൾ പെട്ടെന്നങ്ങ് മുറിഞ്ഞുപോയി. ആരവിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്ന ഫോട്ടോഗ്രാഫറായിരിക്കാമെന്ന് നീലിമ സ്വയം പറഞ്ഞു. അശ്വിനിൽ നിന്നും നീലിമയുടെ ശ്രദ്ധ ഒന്ന് മാറി. അച്ചു, നമുക്ക് പിന്നീട് സംസാരിക്കാം. ആരവിൻ്റെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു, നീലിമ പറഞ്ഞു. താൻ അമ്മയോട് ആവേശത്തോടു കൂടെ പറയാൻ വന്ന കാര്യം തടസ്സപ്പെടുത്തതിൽ അശ്വിന് കുറച്ച് നീരസമൊക്കെ തോന്നി. പക്ഷേ അവൻ ആ നിരാശ മറച്ചു വെച്ചുകൊണ്ട് തന്നെ അശ്വിൻ പറഞ്ഞു, കുഴപ്പമില്ല അമ്മേ, നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്ക് നിന്റെ സ്കൂളിൽ നടന്ന വിശേഷങ്ങളൊക്കെ കേൾക്കണം. ഏതായാലും ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം കേട്ടോ, നീലിമ ആശ്വസിപ്പിച്ചു. ഡോർബെൽ വീണ്ടും മുഴങ്ങി. ആരവിനെയും എടുത്ത് നീലിമ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. വാതിൽ തുറന്നു നോക്കിയപ്പോൾ സുന്ദരിയായ യുവതി മനോഹരമായി തന്നെ പുഞ്ചിരിച്ചു നിൽക്കുന്നു.
അവളുടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ക്യാമറ കണ്ടപ്പോൾ ഫോട്ടോഗ്രാഫർ ആണെന്ന് നീലിമക്ക് മനസ്സിലായി. പക്ഷേ വേറൊരാളും കൂടെ ആ യുവതിക്കൊപ്പം ഉണ്ടായിരുന്നു. ഗുഡ് ഈവനിങ് മാഡം, ഞാൻ ഫോട്ടോഗ്രാഫറാണ് സിത്താര സ്വയം പരിചയപ്പെടുത്തി. ഗുഡ് ഈവനിങ് സിത്താര, ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു, അകത്തേക്ക് വരൂ. നീലിമ അവളോട് ഉള്ളിലേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ സിത്താര വീടിനുള്ളിലേക്ക് വന്നു. അവൾക്ക് പിന്നാലെ അവളുടെ സഹായികളും വലിയ ബാഗുമായി അകത്തേക്ക് വന്നു. പെട്ടെന്ന് തന്നെ അവളുടെ ഫോട്ടോഷൂട്ടിനുള്ള വേദി മാറുകയാണ്. ലൈറ്റുകളും എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം ഫോട്ടോ എടുക്കാനുള്ള മുന്നൊരുക്കത്തോടു കൂടി തന്നെ സിത്താര ക്യാമറ സ്റ്റാൻഡൊക്കെ നല്ലതുപോലെ തന്നെ സ്ഥാപിച്ചു. ആരവ് ഇതെല്ലാം നീലിമയുടെ തോളിലിരുന്നു കൊണ്ട് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള കുഞ്ഞാണല്ലോ ഇവനെ. ആരവിൻ്റെ കവിളിൽ തൊട്ടുകൊണ്ടു തന്നെ സിത്താര പറഞ്ഞു. തൻ്റെ മകനെക്കുറിച്ചുള്ള ആ ഒരു പ്രശംസ കേട്ടപ്പോൾ അഭിമാനത്തോടുകൂടി തന്നെ നീലിമയുടെ മുഖം തിളങ്ങി. അതുകൊണ്ട് തന്നെ സിത്താരയോട് കുറച്ച് ബഹുമാനവും സ്നേഹവുമൊക്കെ നീലിമക്ക് തോന്നി. നീലിമ ആരവിന് വേണ്ടി എടുത്തിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവന് ചേരുന്നുണ്ടോ എന്ന് നോക്കി. സഹായികൾ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി. എല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയ കുട്ടികളോട് ഇടപഴകാനും അവരോട് സംസാരിക്കുന്ന ആ ഒരു രീതിയും സിത്താര പ്രകടിപ്പിച്ചു. പല കോമാളിത്തരങ്ങളൊക്കെ ആരവിനോട് കാണിച്ചുകൊണ്ടാണ് ആ ഒരു ഫോട്ടോഷൂട്ട് അവിടെ നടക്കുന്നത്. ആരവിൻ്റെ ഓരോ പൊട്ടിച്ചിരിയും സിത്താരയുടെ കുഞ്ഞിനോടുള്ള ആ ഒരു ബന്ധവും കണ്ടപ്പോൾ നീലിമക്ക് വളരെയധികം സന്തോഷം തോന്നി. സിത്താരയുടെ കോമാളിത്തരങ്ങൾ കണ്ട് ആരവ് വല്ലാതെ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പൊട്ടിച്ചിരിയുടെയാണ് ഓരോ ഫോട്ടോസും സിത്താര പകർത്താൻ തുടങ്ങിയത്. ഓരോ ഫ്ലാഷും കുഞ്ഞു ആരവ് അന്താളിപ്പിൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ തിളങ്ങുന്ന കണ്ണുകളും ആ പുഞ്ചിരിയുമൊക്കെ സിത്താര ക്യാമറയിൽ ഒപ്പിയെടുത്തു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് അശ്വിൻ മാത്രം ഹാളിൻ്റെ ഒരു മൂലയിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്. പതിവിന് വിപരീതമായി അശ്വിനെ അന്ന് നിശബ്ദനായിട്ടാണ് നീലിമക്ക് കാണാൻ കഴിഞ്ഞത്. അശ്വിൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട് എന്താ കാര്യം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നീലിമ ഇങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.